സംഘികളുടെ ബുദ്ധിജീവിയായിട്ടുള്ള ഈ ഒരു ജന്തു ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോയുടെ തമ്മിലാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു നൈസായിട്ട് ഊരുകയാണ് അല്ലേ. അപ്പം ഈ ഒരു ഐറ്റത്തിനെ നമുക്ക് എല്ലാവർക്കും വരാം അല്ലേ. വാ തുറന്നു കഴിഞ്ഞാൽ ചെറ്റത്തരം മാത്രമേ പറയാറുള്ളൂ. ഇനി ഇവൻ എന്ത് ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാലും സംഘികൾക്ക് അത് വേദവാക്യമാണ്. സംഘികൾ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇവനാണ് പറഞ്ഞു കൊടുത്തത്. സംഘികളെ നിങ്ങൾ കണ്ടോളൂ, ഇറാൻ ഇത് തീരാൻ പോവാണ്. നമ്മുടെ ഇസ്രായേൽ തന്തയുടെ തന്തയായിട്ടുള്ള അമേരിക്കയും കൂടെ ഇറാൻ എപ്പോഴും തീർത്ത് കളയും. അത് കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കൈയടിക്കുക മക്കളെ എന്നും പറഞ്ഞിട്ട് ഓരോ ദിവസം വന്ന് മൂപ്പിച്ച് കൊടുത്തു. അവസാനം മൂപ്പൊന്നും മൂക്കാത്തത് കൊണ്ട് ഇപ്പം ഇവന്റെ അടക്കം ഇന്ത്യയിലോട്ട് ഈ മിസൈൽ വന്ന് കയറിയപ്പോഴാണ് ഇവൻ കാര്യം മനസ്സിലാക്കിയത്. സത്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പെട്ടിരിക്കുകയാണ്, പെടുത്തിയത് ഇറാനാണ് എന്നുള്ളത്. അപ്പോൾ അതോടുകൂടി പ്ലേറ്റ് നേരെ തിരിച്ചു വെച്ചു. ഇത് കണ്ട് വീണ്ടും സംഘികൾ ഇങ്ങനെ ചാടി വന്ന് വിടുന്നുണ്ട്. സംഘികളെ പറ്റിക്കാൻ വളരെ ഈസിയാണല്ലോ. സംഘികൾക്ക് ഇച്ചിരി മുസ്ലിം വിരോധം പറഞ്ഞു കൊടുക്കുക, മുസ്ലിങ്ങളെ മാരിക്കുന്നതും മുസ്ലിങ്ങളെ കൊല്ലുന്നതും ഇല്ലാണ്ടാക്കുന്നതും ഒക്കെ പറയുക. അതിൻ്റെ ഇടയ്ക്ക് കുറേ ദേശവിരുദ്ധത അതേപോലെ ഈ തീവ്രവാദത്തരം പറഞ്ഞു കൊടുക്കുക, സംഘരാജ്യദ്രോഹങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് കേട്ട് ഇങ്ങനെ വിജൃംഭിച്ച് ജീവിക്കുന്ന സംഘികളെ പറ്റിക്കാം എന്ന് വ്യക്തമായിട്ട് അറിയുന്ന സംഘ രാജ്യദ്രോഹി, ഇങ്ങനത്തെ രാജ്യദ്രോഹികളാണ് ഇങ്ങനത്തെ സംസാരിക്കാറ്. അപ്പം ഇപ്പം വന്നിട്ട് പ്ലേറ്റ് കംപ്ലീറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ നടക്കുന്നത് വിചാരിച്ച പോലെ ഒന്നും അല്ല എന്ന് പൂർണ്ണ വ്യക്തത വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ആമുഖമായിട്ട് പറഞ്ഞു വെച്ചെന്നുള്ളൂ. അതായത് സംഘികളുടെ കൂട്ടക്കരച്ചിൽ ഇപ്പോൾ ഇതാണ്. അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ തന്നു, അത്രേ ഉള്ളൂ. ഇനി യഥാർത്ഥത്തിൽ ഇപ്പം യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഇസ്രായേൽ അമേരിക്കയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തോടുകൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന് ഒരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇറാൻ്റെ IRGC കുറച്ച് മുമ്പ് അവർ പറയാനുള്ളത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കും. അത് തുറക്കണമെങ്കിൽ ഞങ്ങൾക്ക് മേലെ നിങ്ങളിട്ട് ഉപരോധങ്ങളും ഞങ്ങൾക്ക് മേലെ പണി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒളിച്ച് കളിക്കുന്ന പല പരിപാടികളുണ്ട്. ഇതൊക്കെ നിങ്ങളങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കും തുറക്കണമെന്നുള്ളത്. അതുവരെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കും എന്ന് പ്രസ്താവന വ്യക്തമായിട്ട് ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനോട് കണക്ട് ചെയ്തിട്ട് ഇന്നലെ ഖാലിബാബിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇറാനിയൻ IRGC സുപ്രീം കോർട്ട് ഹെഡിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. ആ പ്രസ്താവന ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അതായത് വളരെ വ്യക്തമാണ്. ഈ പ്രസ്താവനയിൽ ഒരു വലിയ ആക്രമണം വരാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തുടങ്ങുന്നത്, അതും നിമിഷങ്ങൾക്കകം. കാരണം ഇവർ ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു, അതായത് അമേരിക്ക ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂരമായിട്ടുള്ള ചക്രത്തിനുള്ളിലെ നാടകീയമായിട്ടുള്ള നയതന്ത്രം മാത്രമാണ്. നമ്മൾ പറയില്ല പത്മവ്യൂഹം തീർത്ത് പറ്റിക്കാന്ന് വിചാരിക്കരുത്. അതാണ് ഇപ്പം ഇവർ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുള്ളത്. അതായത് വെറും ക്രൂരതയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നാടകത്തിന് വേണ്ടി നയതന്ത്രം എന്നും പറഞ്ഞിട്ട് ഇറാൻ്റെ അടുത്തോട്ട് വരരുത് എന്നാണ് ഖാലിബാബ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തൽ, തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ, വ്യാജ വാർത്തകൾ സമ്മർദ്ദ തന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന പരാജയപ്പെട്ട ഒരു തന്ത്രമാണ്. അതായത് ഈ ട്രംപ് ഇടക്കിടക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തുക, തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്ന് പറയുക, സമ്മർദ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പടച്ചു വിടുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തോൽവി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ വരുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇന്നത് മാത്രമല്ല, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ പാലിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഇത്തരം നാടകങ്ങളുടെ ആവശ്യമില്ല. അതായത് ഇനി ഇത്തരത്തിലുള്ള വാക്കും വർത്താനും നാടകമൊന്നും വേണ്ട. നിങ്ങളുടെ തോൽവി അങ്ങോട്ട് അംഗീകരിക്കുക. എന്നിട്ട് എന്താണോ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനാക്കുക. അതല്ലെങ്കിൽ ഒരു വലിയ ആക്രമണം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ചില ആൾക്കാർ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളത് ഇറാൻ ഈ സമയം കൊണ്ട് തന്നെ അവരുടെ ആണവായുധമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും യുദ്ധം മുന്നോട്ട് പോകണമെങ്കിൽ മിസൈൽ മാത്രമായിരിക്കില്ല, അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ അണുബോംബ് വരെ ഇറാൻ ഇടും എന്നാണ് ചില ആളുകൾ ഈ ഒരു ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഈ ഒരു പ്രസ്താവനയെ കണക്കാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇറാൻ്റെ സൈഡ് വ്യക്തമാണല്ലോ. സത്യം പറഞ്ഞാൽ ഇറാൻ്റെ സൈഡ് വളരെ വ്യക്തമാണ്. ഇത് കണ്ട് ഞെട്ടി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഇന്നലെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാലും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇറാൻ ഇപ്പോൾ തന്നെ ആണവായുധ പദ്ധതി സ്റ്റോപ്പ് ചെയ്യണം. ഇറാൻ്റെ മിസൈൽ ഉണ്ടാക്കുന്നത് ഇനി പുതുതായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇറാൻ ആക്രമിക്കുന്നു. ആരെയും പറയുന്നത്? ഇത്രയും ദിവസം ആണവായുധ പദ്ധതികളൊന്നും ഇറാൻ പിന്നോട്ട് പോയിട്ടില്ല. ഇറാനായിട്ട് നിർത്തിയിട്ടുമില്ല ഇത് മിസൈൽ ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഇറാൻ 100 കണക്കിൽ മിസൈൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അമേരിക്ക അങ്ങോട്ട് മാറി നിങ്ങളങ്ങോട്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഇസ്രായേലികളെ നിങ്ങൾ അടപടലം മുഞ്ചും. പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവരുടെ കയ്യിൽ ആണവായുധം ഇല്ലെങ്കിൽ ആണവായുധങ്ങൾ കൊണ്ടിട്ട് ഇറാൻ ഇല്ലാണ്ടാക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ അതുപോലെ വെച്ചേക്കൂല. ഈ ചുറ്റുപാട് നിൽക്കുന്ന ഒരു രാജ്യങ്ങൾ, അതായത് ഇറാൻ മാത്രമല്ല നശിക്കുക, ചുറ്റുപാട് നിൽക്കുന്ന സകല അറബി ഷെയ്ഖോളികൾ മൂഞ്ചും. അതോടുകൂടി പണി കിട്ടും എന്നുള്ളത് കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തൂല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും നിങ്ങളായിട്ട് ഇനി ഇറാൻ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാലടക്കം, നിങ്ങളുടെ സാമാനടക്കം ബോംബ് കയറുന്ന അവസ്ഥ അല്ലെങ്കിൽ മിസൈൽ കയറുന്ന അവസ്ഥ ആയിരിക്കും. കാരണം ഇന്ന് രാവിലെ വന്ന ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ എങ്ങനെയാണോ മിസൈലുകളുടെ തീർന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ഈ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ തീർന്നത്, അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ട്. എന്താ ഇസ്രായേൽ കുറച്ച് ദിവസം അനങ്ങാണ്ടിരിക്കുന്നത്? കാരണം ഇസ്രായേലിൻ്റെ സപ്ലൈ കിട്ടണം, അമേരിക്കയിൽ നിന്ന് കിട്ടണം. അമേരിക്കയ്ക്ക് സാധനമില്ല. അമേരിക്ക ദിവസവും അടി കിട്ടുന്ന ഗൾഫിൽ തന്നെ സാധനം കൊടുക്കാൻ അമേരിക്കയ്ക്കില്ല. അപ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ കിട്ടുക. അതുകൊണ്ടാണ് ഇസ്രായേൽ മിണ്ടാണ്ട് മാറി നിൽക്കുന്നത്. മാക്സിമം അടിയൊക്കെ അവിടെ കിട്ടിക്കോട്ടെ. ഇനിയിപ്പോൾ എങ്ങാനും ഇറാൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നാൽ അപ്പം നമുക്ക് കയറി അടിക്കാം.
കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരുപാട് മിസൈലുകളൊന്നുമില്ല. ഇസ്രായേലിൻ്റെ കയ്യിൽ കുറച്ച് ഫൈറ്റർ ജെറ്റുകളുണ്ട്. പിന്നെ അവർ സ്വയം ഞങ്ങളെ കവചത്തിൻ്റെ ഉള്ളിലാണ്, അയൺ ഡോമിൻ്റെ ഉള്ളിലാണെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. ആ അയൺ ഡോം ഏകദേശം 80% തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ പറഞ്ഞ അമേരിക്കയുടെ ട്രംപ് പറഞ്ഞ പോലെ വെറും വാചകടിച്ച് മാത്രം മിണ്ടാണ്ടിരിക്കുന്നത്, ഇറാനെ തൊടാൻ ഇപ്പം അങ്ങോട്ട് പോവാത്തത്. പിന്നെ അവരൊക്കെ വിചാരിച്ചേ ഇറാൻ്റെ ഫസ്റ്റ് റെജീമിനെ അങ്ങ് തീർത്ത് കഴിഞ്ഞാലേ, ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ മൊസാദിൻ്റെ തോൽവി നമ്മൾ ഇന്നലെ കണ്ടു. അത് മാത്രമല്ല, ഇറാൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ തീർന്ന് വയസ്സായ ആൾക്കാരൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ പോകാമെന്ന് നല്ല ചെറുപ്പക്കാരങ്ങോട്ട് വന്നു. അതായത് വയസ്സായവരൊക്കെ മാറിയപ്പോൾ നല്ല ഉഷാറായിട്ടുള്ള ചെറുപ്പക്കാർ റെജീമിലോട്ടായിട്ട് വന്നു. അടിക്ക് അടി അല്ലെങ്കിൽ കൊലക്ക് കൊല എന്നുള്ള രീതിയിൽ ഇറാൻ അങ്ങോട്ട് തീരുമാനിച്ചു, അടിയോടടിയിപ്പോയി. ഇതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും നിൽക്കുന്നത്. ഇനി അത് മാത്രമല്ല, IRGCയുടെ സൈനിക തലവൻ വന്നിട്ട് മറ്റൊരു കാര്യം കൂടെ ഇന്ന് രാവിലെ ഒരു പ്രസ്താവനയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്താവന ഇതായിരുന്നു: ഒമാൻ, അമേരിക്ക കൂടാതെ മേഖലയിലെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ളൊരു കാര്യം കൂടെ ഞങ്ങൾ പറയാണ്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ രണ്ടാമതൊരു പാത ഉണ്ടാക്കി അതിലൂടെ കപ്പലുകളെ കടത്തിവിടാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ് മക്കളെ. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അല്ല, ഇപ്പുറത്ത് കൂടെ ഒമാൻ്റെ ഭാഗത്തുകൂടിയും UAEയുടെ ഭാഗത്തുകൂടിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കടത്തി ഇങ്ങോട്ട് വണ്ടി വിടാ എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. ഇത് ഓൾറെഡി അമേരിക്കക്കും ഒമാനും വ്യക്തമായി തരാം. ഈ ബാക്കി രാജ്യങ്ങൾ നിങ്ങളും കൂടെയാണ് ഞങ്ങൾ കാര്യം പറയുന്നത്. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കൂടെ തന്നെ വേണം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ ഇത് വിടണമെങ്കിൽ. ഇത് ഇറാൻ്റെ സൈഡ് മാത്രമുള്ള കാര്യമില്ല, ഈ രാജ്യങ്ങളുടെ ഒക്കെ പോകേണ്ട പാത ഇത് തന്നെയാണ്. അപ്പം യുദ്ധത്തിലോട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളതുവരെ അടിച്ചിട്ട് ഞങ്ങളെ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടാമത്തെ പരിപാടിക്ക് നിൽക്കേണ്ട. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അതായത് ഉപരോധം തുടരുകയാണെങ്കിൽ, ഇപ്പം ഏറിൽ ഉപരോധം കൂടെ നിങ്ങൾ US-ൻ്റെ ഉപരോധം ഇതേപോലെ തുടരുകയാണെങ്കിൽ US-ൻ്റെ കപ്പലുകളും അതുപോലെ തന്നെ US-ൻ്റെ സ്ട്രേറ്റിലുള്ള മറ്റ് സേനകളും വലിയ അപകടങ്ങളും നാശനഷ്ടങ്ങളും ഞങ്ങൾ വരുത്തും. ഇനി അത് മാത്രമല്ല, അമേരിക്ക തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ സാഹചര്യം സഹിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ രണ്ടാമതൊരു പാത തുറക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ അമേരിക്കനും ഇവരിങ്ങനെ വരിഞ്ഞ് കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ, വാ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് IRGCയുടെ ഒരു ഇമേജ് അവർ റിലീസ് ചെയ്താണ്. ഈ ഇമേജ് ആയിരുന്നു പണ്ട് നമ്മൾ ഈ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കുത്താണ്ടേ, ഈ വയറ് കുത്താണ്ട് ഇവർക്ക് ജോയ്സ്റ്റിക്ക് കൈ കൊടുക്കുന്ന പരിപാടി. ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ അതാണ്. ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇറാനും അതുപോലെ തന്നെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഇവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആരൊക്കെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ പോകണം, ആരൊക്കെ വരണം, യുദ്ധം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കുന്നത്. ഒരു സൈഡിൽ ഹൂത്തികൾ വിചാരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഇറാൻ തീരുമാനിക്കുന്നുണ്ട്. മറ്റത് ഈ ട്രംപ് ദിവസം അങ്ങനെ പോസ്റ്റ് ഇട്ട് കളിക്കുക, മറ്റേ ഇത് ജോയ്സ്റ്റിക്ക് മറ്റേ കുത്താത്ത ഈ ജോയ്സ്റ്റിക്കും കയ്യിൽ പിടിച്ച് നടക്കുക. അതായത് ഒരു കൺട്രോളും ട്രംപിൻ്റെ കയ്യിലില്ലാത്ത അവസ്ഥയിലോട്ട് യുദ്ധത്തിനെ എത്തിച്ചിട്ടുണ്ട് ഇപ്പം ഇറാൻ. അപ്പം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ തോൽവിയിലോട്ട് അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ വലിയ കള്ളക്കളി എന്തോ കളിച്ച് അവന്മാർ വരുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ പ്രധാന അപ്ഡേറ്റുകൾ പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് തുർക്കി, പാകിസ്ഥാൻ, സൗദി ഇവർ 3 പേരും കൂടെ ഒരു സൈനിക കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. കാരണം പേടി എല്ലാവർക്കും നല്ല രീതിയിലുണ്ട്. ഇറാൻ ഇങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം കൂടുന്തോറും ഇറാൻ ഒരു സൂപ്പർ പവർ ആയി കഴിഞ്ഞു. ഇറാൻ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറുകളെയും അവന്മാരുടെ വാല് തൂങ്ങി കിടക്കുന്ന സകല എത്തിക്കണ്ണികളെയും അടിച്ചിട്ടത് എല്ലാവരും കണ്ടു. അപ്പം അത്രയും സൂപ്പർ പവർ ആയിട്ട് അവരവിടെ നിൽക്കുമ്പം ഇപ്പുറത്ത് ആണവായുധങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളൊരു ഒരു എക്സ്ട്രാ എഫക്റ്റ് മാത്രമാണ് ഇപ്പം ഇവർക്കുള്ളത്. എന്താ പറയുക, പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ കുറേ ആയുധങ്ങൾ കയ്യിലുണ്ട്. പക്ഷേ ഇറാനെ ഏത് രീതിയിൽ ആക്രമിക്കണം, തടയണം, അവരെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരുത്തനും അറിയില്ല. പിന്നെ ഇത് മൂന്നും അമേരിക്കക്ക് എന്താ പറയുക താങ്ങ് കൊടുക്കുന്ന സഖ്യകക്ഷികളായതുകൊണ്ട് ഇനി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പണി പാളും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതാണ് നമ്മൾ ഈ ഒരു സൈനിക കരാറെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ. നമ്മുടെ നാട്ടിലെ സംഘികളും കൃസംഘികളും മുസംഘികളും പ്രോ സയനിസ്റ്റ് ഊളകളും അങ്ങ് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞോള. കരച്ചിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും കരഞ്ഞോളൂ, അതേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബൈ.